ഡാനി ഇപ്പോൾ ഉള്ളത് ചോറ്റാനിക്കരയിലാണ്. നമുക്കറിയാം ചോറ്റാനിക്കര വലിയ പ്രതിഷേധത്തിന്റെ കേന്ദ്രം കൂടിയാണ് എന്നുള്ളതാണ്. അനുമോദം തുടരണം. അനുമോദത്തിലേക്ക് ഒരു ചോദ്യം കൂടി ഉണ്ടാകും ഇതിന് ശേഷം. ഈ ചോറ്റാനിക്കരയിൽ ഇന്നലെ കല്ലിടിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തോതിലുള്ള ജനങ്ങളുടെ ഒരു പ്രതിഷേധത്തിനൊക്കെ ഇടയാക്കിയിരുന്നു. ഡാനി, ഇന്ന് എറണാകുളം ജില്ലയിൽ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള കല്ലിടിലിനുള്ള ശ്രമം ഉണ്ടാകുമോ? ജനങ്ങളുടെ നിലപാട്, DCC ഒക്കെ വലിയ തോതിൽ പ്രക്ഷോഭം ഏറ്റെടുത്തിരിക്കുകയാണല്ലോ. എന്താണ് മറ്റു വിവരങ്ങൾ? രഞ്ജിത്ത്, ഇന്നലെ ചോറ്റാനിക്കരയിൽ ഈ കല്ലിടൽ നടപടികൾ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. വലിയ പ്രതിഷേധത്തെ തുടർന്നാണ് ഈ നടപടികൾ ഉപേക്ഷിക്കേണ്ടി വന്നത് ഇന്നലെ. പക്ഷെ ഇന്ന് രാവിലെ മുതൽ തന്നെ ഇത് നടപടികൾ വീണ്ടും ആരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധമുണ്ടായിരുന്നു. പോലീസ് അതനുസരിച്ച് ജനങ്ങളെ നിയന്ത്രിച്ച് നിർത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് സർവേ നടപടികൾ പൂർണ്ണമായും തന്നെ തടസ്സപ്പെടുകയും ഒപ്പം തന്നെ ഇട്ട അതിരടയാള കല്ലുകൾ എല്ലാം തന്നെ പിഴുത് സമീപത്തെ പ്രദേശങ്ങളിലേക്ക് എറിയുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് കുറെ കൂടി ശക്തമായിട്ട് തന്നെ മുന്നോട്ട് നീങ്ങാനാണ് സർവേ ഈ ഡിപ്പാർട്ട്മെന്റിന് നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ പോലീസ് സന്നാഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചോറ്റാനിക്കരയിൽ അവിടെ നടക്കുന്ന പാടശേഖരങ്ങളിലും മറ്റും സർവേ നടത്തുന്നുണ്ട്. സർവേ പാടശേഖരങ്ങളിലേക്ക് ആദ്യത്തെ തടസ്സമില്ലാതെ നീങ്ങിയെങ്കിൽ പിന്നീട് അത് പുരയിടങ്ങളിലേക്ക് നീങ്ങുമ്പോഴാണ് വലിയ രീതിയിൽ എതിർപ്പ് വന്നിരുന്നത്. പക്ഷേ ഇന്ന് സർവേ നടപടികൾ പുനരാരംഭിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം ഇന്നലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചോറ്റാനിക്കരയിൽ യോഗം ചേർന്നിരുന്നു. എന്തു വന്നാലും ഇതിന് പ്രതിരോധം സൃഷ്ടിക്കുക, പ്രതിഷേധിക്കുക എന്ന തീരുമാനത്തിലാണ് കോൺഗ്രസ് നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ കേസുകളിൽ പെടുന്ന എല്ലാവർക്കും തന്നെ, അത് പ്രവർത്തകരോ അങ്ങനെ കണക്കിലെടുക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞത്.